ഹായ് എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 12 പ്രധാന കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത്. ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 2026 പ്രമേയമാണ് സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. സൗദി അറേബ്യയിലെ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ അതായത് GCCയുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഗൾഫ് ഷീൽഡ് 2026. ഗൾഫ് ഷീൽഡ് 2026 എന്നുള്ളത് GCC രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഗൾഫ് ഷീൽഡ് 2026. ബ്രസീലിലെ ബാലമിൽ വെച്ച് നടന്ന ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിൽ 2070 കൂടി ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. ബ്രസീലിലെ ബാലമിൽ വെച്ച് നടന്ന ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിൽ 2070 കൂടി ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. 2060 കൂടി ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന. 2070 കൂടി ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ്. അന്തരീക്ഷ ഊഷ്മാവ് 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടരുതെന്ന് നിഷ്കർഷിക്കുന്നതോടൊപ്പം IPCC 6 റിപ്പോർട്ടിലെ കണ്ടെത്തലിന് അനുസരിച്ച് താപനിലയിലുള്ള വർധനവ് 1.5 ഡിഗ്രിക്കകത്ത് നിർത്തണമെന്നാണ് അംഗരാജ്യങ്ങൾ തീരുമാനിച്ചത്. 2030 വനനശീകരണം പൂർണ്ണമായും തടയുക, കൽക്കരി ഉപയോഗം കുറക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ സബ്സിഡി നിർത്തുക, മീഥേനിന്റെ പുറന്തള്ളൽ 1/3 കുറക്കുക എന്നിവയാണ് 200ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. എന്തൊക്കെയാണ്? 2030 വനനശീകരണം പൂർണ്ണമായിട്ട് തടയുക, കൽക്കരി ഉപയോഗം കുറക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ സബ്സിഡി നിർത്തുക, മീഥേനിന്റെ പുറന്തള്ളൽ 1/3 കുറക്കുക എന്നിവയാണ് 200ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായിട്ട് പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റേഴ്സ് കോർണർ. ഡിജിറ്റൽ ക്രിയേറ്റർമാരെ ശാക്തീകരിക്കുന്നതിനായിട്ട് പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റേഴ്സ് കോർണർ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് പ്രദീപ് ഓർക്കാട്ടേരിയാണ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് പ്രദീപ് ഓർക്കാട്ടേരി. കൃതി പുല്ലരി മധുരം. 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ജേതാവാണ് മേജർ സ്വാതി ശാന്തകുമാർ. 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ജേതാവാണ് മേജർ സ്വാതി ശാന്തകുമാറിന്. ദ്വിദിന ഇന്ത്യ സന്ദർശനത്തിന് എത്തിയ ജർമ്മൻ ചാൻസലറാണ് ഫ്രീഡ്രിഷ് മേഴ്സ്. ഫ്രീഡ്രിഷ് മേഴ്സ് ജർമ്മൻ ചാൻസലറാണ്. ഇന്ത്യ സന്ദർശനത്തിനായിട്ട് എത്തിയ ജർമ്മൻ ചാൻസലറാണ് ഫ്രീഡ്രിഷ് മേഴ്സ്. കൊങ്കണി ഭാഷാ പ്രചാര സഭയുടെ NM സരസ്വതി ഭായ് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സമ്പദ വിഷ്ണു സവാഡെ. കൊങ്കണി ഭാഷാ പ്രചാര സഭയുടെ NM സരസ്വതി ഭായ് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സമ്പദ വിഷ്ണു സവാഡെയാണ്. കൃതി അമൂല്യ ദേൺ. 2026 ജനുവരിയിലും അന്തരിച്ച പൊതുമേഖലാ രാസവള നിർമ്മാണശാലയായ ഫാക്ടിന്റെ മുൻ CMD-യാണ് കിഷോർ റുങ്ത. 2026 ജനുവരിയിൽ അന്തരിച്ച പൊതുമേഖലാ രാസവള നിർമ്മാണശാലയായ ഫാക്ടിന്റെ മുൻ CMD-യാണ് കിഷോർ റുങ്ത. 2026 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് 2026 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ കളിക്കാരനാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ കളിക്കാരനാണ് വിരാട് കോഹ്ലി. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഇന്ത്യൻ റെയിൽവേസ്. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യൻ റെയിൽവേസ്. റണ്ണേഴ്സ് അപ്പ് ആയത് കേരളമാണ്. വേദി ചെന്നൈ. ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ഇന്ത്യൻ റെയിൽവേസ് ആണ്. റണ്ണേഴ്സ് അപ്പ് ആയത് കേരളമാണ്. വേദി ചെന്നൈ. 72ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് കേരളമാണ്. 72ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് കേരളമാണ്. റണ്ണേഴ്സ് അപ്പ് ആയത് റെയിൽവേസ് ആണ്. പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യൻ റെയിൽവേസ് ആണ്. അതിൽ റണ്ണേഴ്സ് അപ്പ് കേരളമാണ്. 72ാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് കേരളമാണ്. പുരുഷ വിഭാഗത്തിൽ ജേതാക്കളായത് ഇന്ത്യൻ റെയിൽവേസ് ആണ്. ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ മലയാളിയാണ് നിഹാൽ സരീൻ. ടാറ്റ സ്റ്റീൽ ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ മലയാളിയാണ് നിഹാൽ സരീൻ. ടാറ്റ സ്റ്റീൽ ചെസ് റാപ്പിഡ് വിഭാഗത്തിൽ ചാമ്പ്യൻ നിഹാൽ സരീൻ. ദേശീയ യുവജന ദിനമാണ്. ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നത്. 2026 പ്രമേയമാണ് സ്വയം ജ്വലിച്ചു നിർത്തുക, ലോകത്തെ സ്വാധീനിക്കുക. സൗദി അറേബ്യയിലെ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ അതായത് GCC സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഗൾഫ് ഷീൽഡ് 2026. ബ്രസീലിലെ ബേലമിൽ വെച്ച് നടന്ന ആഗോള കാലാവസ്ഥാ സമ്മേളനത്തിൽ 2070 ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യയാണ്. 2060 ചൈന.